ഹായ് അസ്സലാമു അലൈക്കും. ഇപ്പോൾ ചക്കക്കാലമൊക്കെ അല്ലേ, അപ്പോൾ നല്ല അടിപൊളിയായിട്ടൊരു ചക്കക്കൂട്ടാൻ ഉണ്ടാക്കി തിന്നാലോ. അപ്പോൾ എനിക്കാണെങ്കിൽ ഈ ചക്കക്കൂട്ട എത്ര തിന്നാലും മതിയാവില്ല കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ പോയപ്പോൾ അങ്ങനെ പൂതി പറഞ്ഞിട്ട് എൻ്റെ അമ്മേനെ കൊണ്ട് ചക്കക്കൂട്ടാൻ ഉണ്ടാക്കിച്ചേന്. അങ്ങനെ അപ്പാപ്പാടെ പോയി ചക്കൊക്കെ ഇടിയിച്ച് എൻ്റെ അമ്മേനെ ചക്കൊക്കെ വെട്ടിത്തന്ന് വളഞ്ഞ് പിന്നെ അമ്മ അങ്ങനെ ഒലക്കൊടിയിട്ട് ഇങ്ങനെ ചുറ്റെടുത്തിട്ടോ. അത് കഴിഞ്ഞിട്ട് ചളപ്പറിച്ചതിന് ശേഷം ഉമ്മയും അമ്മായിയും മേമയും കൂടിയും അതൊക്കെ ഇങ്ങനെ വേർതിരിച്ച് അരിഞ്ഞിടും കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മൾ അടുപ്പത്തുണ്ടാക്കണം. അടുപ്പത്തുണ്ടാക്കുന്ന സാധനത്തിന് വേറെ ടേസ്റ്റാണ്. അങ്ങനെ ഇത്തിരി വെള്ളമൊക്കെ ഒഴിച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചെടുത്ത്, എന്നിട്ട് പിന്നെ അതിൻ്റെ ശേഷം കുറച്ച് കുരുമുളകും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത്, അങ്ങനെ പിന്നെ മൂടി വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തു കേട്ടോ. പിന്നെ അതിൻ്റെ ശേഷം നന്നായിട്ട് കടുക് വറുത്തിട്ട് അമ്മായിയും അങ്ങനെ കടുക് വറുത്ത് നന്നായിട്ട് ഇളക്കി മറിച്ചിട്ടുണ്ട്. അപ്പം തന്നെ നല്ലൊരു മണം വരാനുണ്ടാവും എൻ്റെ അമ്മ. പിന്നെ അതിന് ശേഷം നമ്മൾ സമ്മന്തിക്കുള്ളതൊക്കെ അരിഞ്ഞ് വെച്ച്, അതായത് വെല്ലുള്ളി, ചുവന്നമുളക്, വേപ്പിൻ്റെ ഇല, ചപ്പൊക്കെ ഇട്ടിട്ട് ഉപ്പ് ഇത്തിരി ഇട്ട് പിന്നെ ഒരു മുറി തക്കാളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കുന്നുണ്ട് കേട്ടോ. വലിയ തക്കാളിയാണ് അങ്ങനെ ചെറുതാക്കി അരിഞ്ഞത്. പിന്നെ കുറച്ച് പുളി ഇട്ടെടുത്ത് എന്നിട്ട് നന്നായിട്ട് വാട്ടിയെടുത്തതിന് ശേഷം മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതെല്ലാതും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമ്മളെ സമ്മന്തി റെഡിയായി, ചക്കക്കൂട്ടാനും റെഡിയായി. പിന്നെ ഈ ചക്കേൻ്റെ മേലെ ഇത്തിരി വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ ഈ സമ്മന്തിയൊക്കെ അതിൽ കൂട്ടി കുഴച്ച് തിന്നാൻ എന്ത് ടേസ്റ്റ് അറിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം.